ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് എന്നുള്ള മോഡ്യൂളാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. എവിടെ നിന്നും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനകത്തു നിന്നൊരു 10 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്. രണ്ടാമത്തത് ക്ലേഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, അതായത് സിമെട്രിക് മോളിക്യൂൾസ്, അൺസിമെട്രിക് മോളിക്യൂൾസ് അങ്ങനെയുള്ളവരുടെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് മെഷർമെൻറ്റ് ചെയ്യുന്ന മോളിക്യൂളിൻ്റെ സിമെട്രി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് സ്പെസിഫിക് എക്സാമ്പിൾസിൽ നിന്ന് തന്നെ അത് ചോദിക്കാം. മോളിക്യൂൾ തന്നിട്ട് അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് എത്രയാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, അതുപോലെ തന്നെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി, രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ദെൻ മോളാർ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, അത് മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ദെൻ പാരാമാഗ്നറ്റിസം ആൻഡ് ഡയാമാഗ്നറ്റിസം, നമ്മളത് പലയിടത്തും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നു, എന്താണ് പാരാമാഗ്നറ്റിസം, ഏതെല്ലാം ടൈപ്പ് മോളിക്യൂൾസാണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസും കംപ്ലീറ്റ്ലി പെയ്ഡ് ഇലക്ട്രോൺസും വരുമ്പോൾ ഉള്ള പ്രോപ്പർട്ടി ഡിഫറൻസസ്. ദെൻ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ്, ദെൻ ഓർത്തോ പാരാമെറ്റ ഐസോമേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ യൂസിങ് ഡൈപോൾ മൊമെൻറ്റ് സ്റ്റഡീസ്. അതായത് സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സിനെ ഡൈപോൾ മൊമെൻറ്റ് മെഷർമെൻറ്റിൽ നിന്ന് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഓർത്തോ പാര ആൻഡ് മെറ്റ ഐസോമേഴ്സിനെ ഡൈപോൾ മൊമെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് തിരിച്ചറിയാനുള്ള ടെക്നിക്സ്. അതിൻ്റെ സ്ട്രക്ചറാണ്. നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ട് ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ പാരക്കർ, അതൊരു എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പാരക്കർ. ദെൻ അറ്റോമിക് റിഫ്രാക്ഷൻ ആൻഡ് മോളാർ റിഫ്രാക്ഷൻ, അതും അതിൻ്റെ ഇക്വേഷൻ സഹിതം പഠിക്കുക. ഇക്വേഷൻസ് എഴുതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ടേംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ദെൻ ഒപ്റ്റിക്കൽ എക്സോൾട്ടേഷൻ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ഡെഫിനിഷനെങ്കിലും പഠിച്ച് ഇക്വേഷനും നോക്കി വയ്ക്കുക. ദെൻ ഡി ബൈ യൂണിറ്റ്, ദാറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റാണ് ഡി ബൈ യൂണിറ്റ്. അപ്പം ആ ഡി ബൈ യൂണിറ്റിലാണ് ഡൈപോൾ മൊമെൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ്, ചെറിയ മോഡ്യൂളാണ്, പക്ഷേ അതിനകത്തെ ഓരോ ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തയ്യാറായിരിക്കുക. ഓക്കെ.